വൈദ്യുതി മുടക്കത്തിനെതിരെ CPIMന്റെ നേതൃത്വത്തിൽ മെഴുകുതിരി തെളിയിച്ച് പ്രതിഷേധിച്ചു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഏരിയ സെക്രട്ടറി മാത്യു ജോർജ് ഉദ്ഘാടനം ചെയ്തു. UDF സർക്കാർ അധികാരത്തിൽ കയറിയതോടെ അടിക്കടിയുണ്ടാകുന്ന വൈദ്യുതി മുടക്കത്തിനെതിരെ CPIM കട്ടപ്പന ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി മെഴുകുതിരി തെളിയിച്ച് പ്രതിഷേധിച്ചു. സാഗര ജംഗ്ഷനിൽ ഏരിയ സെക്രട്ടറി മാത്യു ജോർജ് ഉദ്ഘാടനം ചെയ്തു. കാലം ലോഡ് ഷെഡിങ്ങും പവർ കട്ടും ഇല്ലാതെ കേരള സംസ്ഥാനത്തെ ഏറ്റവും മെച്ചപ്പെട്ട ഒരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റി. ഏതൊരു വ്യവസായിക്കും സ്ഥാപന ഉടമയ്ക്കും 24 മണിക്കൂറും തന്റെ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു തടസ്സവുമില്ലാത്ത വിധത്തിൽ വളരെ കൃത്യമായി എല്ലാ ദിവസവും വൈദ്യുതി എത്തിച്ചു കൊടുക്കുന്ന ഒരു പ്രവർത്തനമാണ് LDF സർക്കാരിന്റെ കാലഘട്ടത്തിൽ നടന്നത്. കേരളത്തിൽ വൈദ്യുതീകരിക്കപ്പെടാത്ത ഒരു വീടുകളുമില്ല, എല്ലാ വീട്ടിലും വൈദ്യുതി. അങ്ങനെ LDFന്റെ 10 വർഷക്കാലം എന്ന് പറയുന്നത് വളരെ പ്രകാശപൂരിതമായ 10 വർഷക്കാലമാണ് പിന്നിട്ടത്. കഴിഞ്ഞ ഏപ്രിൽ മാസമാണ് കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും കടുത്ത വേനലും അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ പ്രതിസന്ധിയും കഴിഞ്ഞ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ്. ഏപ്രിൽ മാസത്തെ വൈദ്യുതി ഉപയോഗം 116 മില്യൺ യൂണിറ്റാണ്. ആ 116 മില്യൺ യൂണിറ്റ് വൈദ്യുതിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലഘട്ടത്തിൽ ഒരു പ്രയാസവുമില്ലാതെ കേരളത്തിൽ എല്ലാ ഭവനങ്ങളിലും സ്ഥാപനങ്ങളിലും ആകെ വൈദ്യുതി ഉണ്ടായിരുന്നു. 116 മില്യൺ യൂണിറ്റ് വൈദ്യുതി ഒരു തടസ്സവുമില്ലാതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നൽകി. എന്നാൽ ഇപ്പോൾ ഈ മാസം വേണ്ടിവരുന്ന വൈദ്യുതി എന്ന് പറയുന്നത് 91 മില്യൺ യൂണിറ്റ് വൈദ്യുതിയാണ്. കഴിഞ്ഞ മാസം ഏതാണ്ട് 92 93 മില്യൺ യൂണിറ്റ് വൈദ്യുതിയാണ് വേണ്ടി വന്നിരുന്നത്. അപ്പോ വൈദ്യുതിയുടെ കാര്യത്തിൽ ഐക്യജനാധിപത്യ മുന്നണി പറയുന്ന ഒരു ന്യായവും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. LDF സർക്കാരിന്റെ കാലഘട്ടത്തിൽ 116 മില്യൺ യൂണിറ്റ് വൈദ്യുതി ആ മന്ത്രിസഭയുടെ കാലാവധി അവസാനിക്കുന്നതുവരെയുള്ള മാസത്തിൽ യഥേഷ്ടം നൽകി. ഒരു ലോഡ് ഷെഡിംഗും ഉണ്ടായില്ല, പവർ കട്ടും ഉണ്ടായില്ല. ഇപ്പോ 116 മില്യൺ യൂണിറ്റ് വൈദ്യുതി വേണ്ട, 91 92 മില്യൺ യൂണിറ്റ് വൈദ്യുതി ഉപയോഗിച്ചാൽ മാത്രം കേരള സംസ്ഥാനത്ത് പവർ കട്ടും ലോഡ് ഷെഡിംഗും ഇല്ലാതെ മുന്നോട്ട് പോകാം. എന്നാൽ അത്രയും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ, അത്തരം വൈദ്യുതി വിതരണം ചെയ്യാൻ ഐക്യജനാധിപത്യ മുന്നണിയുടെ കെടുകാര്യസ്ഥതയും ഈ രംഗത്തെ അറിവ് കുറവും നിശ്ചയദാർഢ്യമില്ലായ്മയും അതേപോലെ തന്നെ ഭരണപരമായിട്ടുള്ള തകർച്ചയുടെയെല്ലാം ഭാഗമായി കേരളത്തിലെ ജനങ്ങൾ ഇപ്പൊ വൈദ്യുതി ലഭിക്കാത്ത തരത്തിൽ ഇരുട്ടിനെ അഭയം പ്രാപിക്കേണ്ട സ്ഥിതിയാണ്. സാഗര ജംഗ്ഷനിൽ പ്രവർത്തകരും പ്രദേശവാസികളും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ പ്രകടനം നടത്തി. ലോക്കൽ സെക്രട്ടറി ഫൈസൽ ജാഫർ അധ്യക്ഷനായി. ഏരിയ കമ്മിറ്റി അംഗം ടോമി ജോർജ്, EK ശശി, TK വാസു എന്നിവർ സംസാരിച്ചു. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക.